രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശത്തോടെയായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കം. നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ വിധിയെഴുതും. സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ഒപ്പം നേതാക്കളും കൊട്ടിക്കലാശത്തിന് ആവേശം പകർന്നു. കൊട്ടിക്കലാശത്തോടെ സമാപനം. കൊണ്ടും കൊടുത്തും മുന്നണികൾ. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. പത്ത് വർഷങ്ങൾക്ക് ശേഷം BJP-യിൽ നിന്ന് നഗരഭരണം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് പാലക്കാട്ടെ UDF-ന്റെ പ്രധാന ലക്ഷ്യം. പാലക്കാട് നഗരസഭയുടെ ഭരണം നിലനിർത്തുക എന്നുള്ളത് BJP-യുടെ അഭിമാന പോരാട്ടമാണ്. പാലക്കാട് നഗരത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശത്തിന് നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിലും വാർഡുകൾ കേന്ദ്രീകരിച്ച് ഗ്രാമപ്രദേശങ്ങളിലും ചെറുകിട ടൗണുകളിലും വലിയ തരത്തിലാണ് ആവേശത്തിലാണ് പ്രവർത്തകർ കൊട്ടിക്കയറിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊട്ടിക്കലാശത്തോടെ അവസാനിച്ചിരിക്കുന്നു. വയനാട്ടിലും ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ എല്ലാം തന്നെയുള്ളത്. ഇനി നിശബ്ദ പ്രചാരണവും വിധിയെഴുത്തും. ആവേശം കൊടുപിടികേറിയ കലാശക്കൊട്ടാണ് കണ്ണൂരിലും അരങ്ങേറിയത്. ഇനി നാളെ ഒരു ദിവസത്തെ മൗന പ്രചരണത്തിന് ശേഷം 21 ലക്ഷത്തോളം വരുന്ന വോട്ടർമാർ മറ്റന്നാൾ കണ്ണൂരിൽ ജനവിധി എഴുതും. പോലീസിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും കാസർഗോഡ് ജില്ലയിലും ആവേശപൂർവ്വമായിരുന്നു കൊട്ടിക്കലാശം. വാർഡുകൾ കേന്ദ്രീകരിച്ചും നഗരങ്ങളിലും മുന്നണികൾ ആവേശപൂർവ്വമാണ് പരസ്യപ്രചാരണത്തിന് അന്ത്യം കുറിച്ചത്. കോഴിക്കോട് LDF-ന് അനുകൂലമായ സാഹചര്യമാണ് കാണാൻ പറ്റുന്നത്. കോഴിക്കോട് നഗരസഭ അത് കോർപ്പറേഷന് മികച്ച ഭരണമായിരിക്കും, ഒരു അഴിമതിയില്ല. കേരളത്തിലെ സർക്കാരിനെ ജനങ്ങൾ നിർത്തിപ്പൊരിക്കും. ഗവൺമെന്റിന്റെ എല്ലാ ചെയ്തികളെയും ജനങ്ങൾ ചോദ്യം ചെയ്യാൻ. വടക്കൻ കേരളത്തിൽ പരസ്യപ്രചാരണത്തിന് ആവേശകരമായ പരിസമാപ്തി. മറ്റന്നാൾ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, കോഴിക്കോട്.